റോക്കിയുടെ സോറിയെ പറ്റി സിജോയുടെ അഭിപ്രായം എന്താണെന്ന് പല ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം അനാവശ്യമായിട്ട് എന്തിനാണ് ഞാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. സമയം എനിക്കറിയാൻ ഡേറ്റ് ഡിസംബർ 26 അല്ല എന്നാണല്ലോ സുനാമിയൊക്കെ ഉണ്ടായത്. പക്ഷെ ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാല് ശരിയാവത്തില്ല. കാരണം എനിക്ക് പ്രതികാരം ചെയ്യണം. പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആ മാലയ്ക്ക് എത്ര രൂപയാടാ? കാരണം നീ തന്നെയാണല്ലോ മാലക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. എനിവേ സംഭവമൊക്കെ കൊള്ളാം. എടാ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. എനിക്കൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് 10-28 ദിവസം ഞാൻ മാറി നിൽക്കുന്നു. മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാം. ഞാൻ പണ്ടേ നല്ല മെച്ചൂരിറ്റിയാ. പണ്ടേ മെച്ചൂർ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സിജോയെ അടിച്ച് ജോ പൊട്ടിക്കാൻ പറ്റിയത്? ജോ പൊട്ടിക്കാൻ പറ്റിയത് ഇങ്ങോട്ടൊന്നും പറയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്താ കാര്യം? അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. സോറി പറഞ്ഞേക്ക്. അതിന് ഞാൻ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്നല്ലേ. ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം, ഒളിപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ നിന്നെ പോലെ മണ്ടനായി പോലടാ. അതുകൊണ്ട് എനിക്ക് എന്തായാലും കുണുവാവയുടെ ആ സോറി അത് വേണ്ട. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? പിന്നെ നിന്റെ ഈ കലാപരിപാടി ഒന്നും നിർത്തല്ലേ കേട്ടോ. കിണ്ണം സാധനമാണ്. എനിക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണ്? സത്യം പറഞ്ഞ എന്റെ കുണുവാവെ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു. നീ ശരിക്കും വരേണ്ടത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാഴ്സിലായിരുന്നു. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. ഇനി ഒന്നുകൂടെ വയ്യ. കാരണം സീരിയസ് ആയിട്ട് ഓരോ കാര്യം കാണിക്കുമ്പോഴത്തേക്കും നോക്കത് ഭയങ്കര മാസമായിരിക്കും. പക്ഷെ കാണുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് എനിക്കും നല്ല ചിരി വരുന്നുണ്ട്. 2012 ഞാൻ ആദ്യമായിട്ട് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് വാങ്ങി. അടുത്ത ഫസ്റ്റ് ഹാർലി ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വാങ്ങിയത്. താങ്കൾക്ക് ബുഗാട്ടി ഉണ്ട്, താങ്കൾക്ക് BMW ഉണ്ട്, താങ്കൾ ചെറുപ്പം തൊട്ടേ ഭയങ്കര റിച്ച് ആയിട്ട് വളർന്ന ആളാണ് അല്ലെ? ചെറുപ്പത്തിൽ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം കാശിന് പൂമാലയും ബൊക്കെയൊക്കെ വാങ്ങിച്ചിടുന്നു. ആൾക്കാരെ ബിരിയാണി കൊടുത്തിട്ടാണോ കാശ് കൊടുത്തിട്ടാണോ ചുറ്റും നിർത്തുന്നു. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അതുകൂടാതെ ഏതോ മാളിലൊക്കെ പോകുന്ന സമയത്ത് 5-6 പേരെ ബൗൺസേഴ്സിനെ പോലെ കൂടെ നടത്തിക്കുന്നു. ഇനിയും അതിരിയൊന്നും പറയല്ലേ. 10 ലക്ഷം രൂപയ്ക്ക് കുപ്പി വിൽക്കാനായിട്ട് ഏർപ്പാടാക്കുന്നു. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. ഈ പുട്ടുകുട്ടിക്കകത്ത് തലച്ചോറ് പുഴുങ്ങാൻ വെച്ച ആൾക്കാരെ ആയിരിക്കും കൊണ്ടിരുത്തുന്നത്. മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാണ്. അപ്പൊ എന്തായാലും മോന്റെ സോറി, ആ സോറി മോനെടുത്ത് അങ്ങ് മടക്കി വെച്ചേ കേട്ടാടാ കുണുവാവ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഞാൻ പോകുന്നു. ബൈ ബൈ.